ഹായ് എവ്രി വൺ, വെൽക്കം ടു ഇറാ മാത്സ് ക്ലാസ്. എല്ലാവർക്കും ഇറാ മാത്സ് ക്ലാസ്സിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാത്തമാറ്റിക്സ് ഓഫ് ചാൻസിലെ ലാസ്റ്റ് ടോപ്പിക്കായ ജോമെട്രിക്കൽ പ്രോബബിലിറ്റി. ഇപ്പം എന്താണ് ജോമെട്രിക്കൽ പ്രോബബിലിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ജോമെട്രീൻ്റെ പ്രോബബിലിറ്റി നിങ്ങളോട് പരീക്ഷയ്ക്ക് ചോദിക്കും. എങ്ങനെയാണ് ഒരു ജോമെട്രി തന്നിട്ട് അതിൽ ഞാനൊരു കുത്തിടുകയാണെങ്കിൽ, ഒരു ഡോട്ട് ഇടുകയാണെങ്കിൽ ആ ഡോട്ട് ആ ഭാഗത്ത് വരാനുള്ള പ്രോബബിലിറ്റി എത്രയെന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഇവിടെ നോക്കുക, ഇപ്പോൾ ഇവിടെ ഇതൊരു സർക്കുലർ ഡിസ്ക്കാണ്. ഫിഗർ നോക്കുക കേട്ടോ, സർക്കുലർ ഡിസ്ക് ആണ്. ഈ സർക്കുലർ ഡിസ്കിനെ എത്ര ഭാഗമാക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്? കൗണ്ട് ചെയ്ത് നോക്കുക. 8 പാർട്സ് ആക്കി ഞാൻ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതും 8 ഈക്വൽ പാർട്സ് ആക്കിയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഓരോ കളറും കൊടുത്തിട്ടുണ്ട്. നിങ്ങളോട് ചോദിക്കുകയാണ്, ഒരു ഡോട്ട് ഞാൻ ഇടുകയാണെങ്കിൽ അത് യെല്ലോ പാർട്ടിലാവാനുള്ള പ്രോബബിലിറ്റി എത്രയാണെന്ന് ചോദിക്കുക. അപ്പം നിങ്ങൾ എങ്ങനെയാണ് പറയുക? അപ്പോൾ നോക്കേണ്ട കാര്യം, ഇതിൽ എത്ര യെല്ലോ പോർഷൻസ് ഉണ്ട് നോക്കുക. ഇതിൽ എത്ര യെല്ലോ പോർഷൻസ് ഉണ്ട്? 3. സോ 3 ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പാർട്സ്. എത്ര പാർട്സ് ഉണ്ട്? 8. സോ യെല്ലോ വരാനുള്ള പ്രോബബിലിറ്റി എന്ന് പറഞ്ഞത് എത്രയായിരിക്കും? 3/8. ഇനി വയലറ്റ് വരാനുള്ള പ്രോബബിലിറ്റി ആണ് ചോദിക്കുന്നെങ്കിലോ, ഞാനൊരു ഡോട്ട് ഇടുക, വയലറ്റ് കളറുള്ളിടത്താണ് ഞാൻ ഒരു ഡോട്ട് ഇടുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ഡോട്ട് വരാനുള്ള പ്രോബബിലിറ്റി എത്രയായിരിക്കും? എത്ര ഭാഗമുണ്ട് യെല്ലോ? 2 ഡിവൈഡഡ് ബൈ ടോട്ടൽ പാർട്ട്, ദാറ്റ് ഈസ് 8. സോ 2/8. അതേപോലെ തന്നെ ബ്ലൂ ഭാഗത്ത് ഡോട്ട് ഇടുകയാണെങ്കിൽ ബ്ലൂ വരാനുള്ള പ്രോബബിലിറ്റി എന്ന് പറഞ്ഞത് 2 ഡിവൈഡഡ് ബൈ 8. റെഡ് വരാനുള്ളതോ, ഇവിടെ ഒരൊറ്റ ഭാഗ്യേ റെഡ് ഉള്ളൂ. സോ 1 ഡിവൈഡഡ് ബൈ 8. അങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്. സിമ്പിളാണ്. ക്വസ്റ്റ്യനിലോട്ട് നോക്കാം. In each picture below, the explanation of green part is given. Calculate in each the probability of a dot product without looking to be within the green part. എന്താ പറഞ്ഞിട്ടുള്ളത്? താഴെയുള്ള പിക്ചറിൽ ഈ ഗ്രീൻ പോർഷനിൽ ഞാനൊരു ഡോട്ട് ഇടുകയാണെങ്കിൽ ആ ഡോട്ട് ആ ഗ്രീൻ ഭാഗത്ത് തന്നെ വരാനുള്ള പ്രോബബിലിറ്റി എത്രയാണ് എന്ന് ഓരോ ഫിഗറിലും കണ്ടുപിടിക്കണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, a square got by joining the midpoints of a bigger square. അതായത് ഒരു സ്ക്വയറിൻ്റെ മിഡ് പോയിന്റ്സ് യൂസ് ചെയ്തിട്ടാണ് വരച്ചിട്ടുള്ളത്? ആ മിഡിലുള്ള ഗ്രീൻ കളറുള്ള സ്ക്വയർ വരച്ചിട്ടുള്ളത്. ഇപ്പം ഞാനൊരു ഡോട്ട് ഇടുകയാണ്. എവിടെയാണ് ഡോട്ട് ഇടുന്നത്? ഗ്രീൻ പോർഷനിൽ ഡോട്ട് വീഴാനുള്ള പ്രോബബിലിറ്റി എത്രയാണ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെ കണ്ടുപിടിക്കുക? അപ്പം ആദ്യം ഞാൻ എന്ത് ചെയ്തു? ആ ഫിഗറിനെ നെയിം ചെയ്തു. ഇപ്പോൾ ABCD ഇതാണ് നിങ്ങളെ സ്ക്വയർ. ABCD ആണ് സ്ക്വയർ. അതിൻ്റെ മിഡ് പോയിന്റ്സ് ആണ് PQRS. സോ അതിൽ PQRS ജോയിൻ ചെയ്ത് ഒരു സ്ക്വയർ വരച്ചിട്ടുണ്ട് അല്ലേ? സോ PQRS ഇസ് ദ മിഡ് പോയിന്റ് ഓഫ് എ സ്ക്വയർ ABCD. ഇപ്പം ഞാൻ ജോയിൻ ചെയ്യാണ്. PRും QSും ജോയിൻ ചെയ്യാം. PRും QSും ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ എത്ര ട്രയാങ്കിൾസ്, അതിൻ്റെ ഉള്ളിൽ എത്ര ട്രയാങ്കിൾ കിട്ടും? ആ ഗ്രീൻ പോർഷൻ വരുന്ന എത്ര ട്രയാങ്കിൾ കിട്ടും? 1 2 3 4 അല്ലേ? ഗ്രീൻ ഭാഗത്ത് വരുന്നത് 4 ട്രയാങ്കിൾസ് കിട്ടും. ബാക്കി റിമൈനിങ് ആ സൈഡിലുള്ളതൊക്കെ എത്രയായിരിക്കും? 5 6 7 8. സോ ടോട്ടൽ 8 ഈക്വൽ ട്രയാങ്കിൾസ് നമുക്ക് കിട്ടും. ഏത്? ഈ PRും അതേപോലെ QS കൂടിയും ജോയിൻ ചെയ്യുമ്പോൾ. അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് എന്താ പറഞ്ഞിട്ടുള്ളത്? ഗ്രീൻ പാർട്ടിൽ വരാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്? അപ്പോൾ ഗ്രീൻ ഭാഗത്ത് എത്ര ട്രയാങ്കിൾ ഉണ്ട് നോക്കുക. എത്ര ട്രയാങ്കിൾ ഉണ്ട്? 4 ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ട്രയാങ്കിൾസ്. ടോട്ടൽ നമ്പർ ഓഫ് ട്രയാങ്കിൾസ് 8. സോ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞത് എത്രയായിരിക്കും? 4/8. നോക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞു. എന്ത് ചെയ്യാം? ആ PQRSനെ PR കൂടിയും QSും ഞാൻ ജോയിൻ ചെയ്തു. സോ ആ ഗ്രീൻ ഭാഗത്ത് വരുന്ന ട്രയാങ്കിൾ എന്ന് പറഞ്ഞത് 4 എണ്ണം ഉണ്ട് അല്ലേ? ബാക്കിയുള്ളത് എത്ര ഉണ്ട്? ബാക്കിയുണ്ട് 4 അല്ലേ? അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ട്രയാങ്കിൾസ് എന്ന് പറഞ്ഞത് 8 ആണ്. അതിൽ 4 എണ്ണേ ആ ഗ്രീൻ ഭാഗത്ത് വരുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 4/8. സെക്കൻഡ് ക്വസ്റ്റ്യൻ, എ സ്ക്വയർ വിത്ത് ഓൾ വെർട്ടീസസ് ഓൺ എ സർക്കിൾ. ഒരു സ്ക്വയർ വരച്ചിട്ടുണ്ട്. അതിൻ്റെ വേർട്ടീസസ് എല്ലാം എന്തിലാണ്? സർക്കിളിലാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ കണ്ടുപിടിക്കുമ്പോൾ സർക്കിൾ വരികയാണെങ്കിൽ നമുക്ക് എന്താക്കാൻ പറ്റില്ല? ട്രയാങ്കിളാക്കി ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അത് നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ സർക്കിൾ ആണെങ്കിൽ പ്രോബബിലിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞത് ഏരിയ ഓഫ് ഷെയ്ഡഡ് പാർട്ട് ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് വോൾ പാർട്ട്. പ്രോബബിലിറ്റി സർക്കിൾ വരികയാണെങ്കിൽ പ്രോബബിലിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഏരിയ ഓഫ് ഷെയ്ഡഡ് പാർട്ട് ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് വോൾ പാർട്ട്. ഇവിടെ ഷെയ്ഡഡ് പാർട്ട് ഏതാ?
സ്ക്വയർ അല്ലേ, ഡിവൈഡഡ് ബൈ വോൾ പാർട്ട്, മൊത്തമുള്ള പാർട്ട് ഏതാ, സർക്കിൾ ആണ്. അപ്പോൾ ഏരിയ ഓഫ് എ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് സർക്കിൾ. ഇനി സ്ക്വയറിൻ്റെ നിങ്ങൾക്ക് ഒരു സൈഡ് തന്നിട്ടുണ്ട് 2 cm. അപ്പോൾ ആദ്യം നിങ്ങൾ സെപ്പറേറ്റ് രണ്ടും കണ്ടുപിടിക്കണം. സ്ക്വയറിൻ്റെ ഏരിയയും കണ്ടുപിടിക്കണം, അതേപോലെ തന്നെ സർക്കിളിൻ്റെ ഏരിയയും കണ്ടുപിടിക്കണം. ഈ ഫിഗറിലോട്ട് നോക്കുക. നിങ്ങൾക്കറിയാം അവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് സ്ക്വയർ, അതായത് എ ബി എന്ന് പറഞ്ഞത് 2 cm ആണ്. അങ്ങനെയാണെങ്കിൽ സ്ക്വയറിൻ്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കുക, സൈഡ് ഇൻറ്റു സൈഡ്. അപ്പോൾ 2 × 2 4 cm. അപ്പോൾ സ്ക്വയറിൻ്റെ ഏരിയ കിട്ടി. ഇനി നിങ്ങൾക്ക് സർക്കിളിൻ്റെ ഏരിയ കിട്ടണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, എയും സിയും കൂടിയും ജോയിൻ ചെയ്തു. പിയും സിയും ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് രണ്ട് സൈഡ് അറിയാം. എ ബി 2 cm ആണ്, അതേപോലെ തന്നെ ബി സി എന്ത് ആയിരിക്കും, 2 cm ആണ്. കാരണം സ്ക്വയറിൻ്റെ എല്ലാ സൈഡ്സും ഈക്വൽ ആയിരിക്കും അല്ലേ, എ ബി ഈസ് ഈക്വൽ ടു ബി സി. അപ്പം അങ്ങനെയാണെങ്കിൽ ആദ്യം എന്ത് കണ്ടുപിടിക്കുക, എ സി കണ്ടുപിടിക്കുക. നിങ്ങൾക്ക് സർക്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ സർക്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്താ, πr². അപ്പോൾ 6 കിട്ടണമെങ്കിൽ എന്തറിയണം, ഡയഗണൽ അറിയണം, അതിൻ്റെ പകുതിയല്ലേ റേഡിയസ്. സോ 6 കിട്ടണമെങ്കിൽ ആദ്യം എന്ത് കണ്ടുപിടിക്കുക, എ സി കണ്ടുപിടിക്കുക. അപ്പോൾ പൈത്തഗോറസ് തിയറം അപ്ലൈ ചെയ്യാം. എ സി ഈസ് ഈക്വൽ ടു √AB² പ്ലസ് ബി സി സ്ക്വയർ. എ ബി 2 cm ആണ്, സോ 2² പ്ലസ് ബി സി 2 cm ആണ്, സോ 2². 2² പ്ലസ് 2², 2² 4, 4 പ്ലസ് 4 8. സോ എ സി എന്ന് പറഞ്ഞത് √8 എന്ന് കിട്ടും. അപ്പം അതിനെ വീണ്ടും ചെറുതാക്കിയാൽ 2√2. ഇതാണ് റേഡിയസ് ആണ്, സർക്കിളിൻ്റെ റേഡിയസ് ആണ് എ സി അല്ലേ, അതായത് 2√2. അങ്ങനെയാണെങ്കിൽ റേഡിയസ് എന്തായിരിക്കും, എ സിയുടെ പകുതി. √2 2√2/2. 2 2 ക്യാൻസൽ ചെയ്താൽ യു വിൽ ഗെറ്റ് √2 ആസ് ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ. ഇനി എന്ത് ചെയ്യാം, എളുപ്പത്തിൽ സർക്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ πr². സോ പൈ ഇൻറ്റു √2². √2ൻ്റെ സ്ക്വയർ എന്താ, റൂട്ടും സ്ക്വയറും വരുമ്പോൾ രണ്ടും ക്യാൻസലായി പോവും. സോ 2π. സോ ഏരിയ ഓഫ് എ സർക്കിൾ 2π ആണ്. ഏരിയ ഓഫ് സ്ക്വയർ നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട് മേലെ 4 cm. അപ്പം നിങ്ങൾ ക്വസ്റ്റ്യനിൽ ആദ്യം പറഞ്ഞു പ്രോബബിലിറ്റി കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്താ, ഷെയ്ഡ് ചെയ്ത ഭാഗത്തിൻ്റെ ഏരിയ ഡിവൈഡഡ് ബൈ മൊത്തമുള്ള ഏരിയ. ഇപ്പോൾ ഷെയ്ഡ് ചെയ്ത ഭാഗം സ്ക്വയർ ആണ്, സ്ക്വയറിൻ്റെ ഏരിയ 4 ഡിവൈഡഡ് ബൈ വോൾ പാർട്ട് സർക്കിൾ ആണ്, സർക്കിളിൻ്റെ ഏരിയ 2π. സോ 4 ഡിവൈഡഡ് ബൈ 2π. 4ൽ 2 ടൈംസ്, സോ 2/π. സോ പ്രോബബിലിറ്റി ഈസ് ഈക്വൽ ടു 2/π. തേർഡ് ക്വസ്റ്റ്യൻ, ദ സർക്കിൾ എക്സാക്ട്ലി ഫിറ്റിംഗ് ഇൻസൈഡ് എ സ്ക്വയർ. ഒരു സർക്കിൾ എന്ത് വരച്ചിട്ടുണ്ട്, സ്ക്വയറിൻ്റെ ഉള്ളിൽ ഫിറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ പ്രോബബിലിറ്റി, ഞാൻ ആ ഗ്രീൻ ഭാഗത്ത് ഡോട്ട് ഇടുകയാണെങ്കിൽ അത് ആ ഗ്രീൻ ഭാഗത്ത് വരാനുള്ള പ്രോബബിലിറ്റി എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കുക, സർക്കിൾ ഉണ്ട്. ഞാൻ പറഞ്ഞു സർക്കിൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഏത് ഇക്വേഷനാണ് യൂസ് ചെയ്യേണ്ടത്, ഏരിയ ഓഫ് ഷെയ്ഡഡ് പാർട്ട് ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് വോൾ പാർട്ട്. ഇവിടെ ഷെയ്ഡ് ചെയ്ത പാർട്ട് സർക്കിളാണ്, പുറത്തുള്ള ഭാഗം ഏതാ, സ്ക്വയർ ആണ്. സോ ഏരിയ ഓഫ് എ സർക്കിൾ ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് എ സ്ക്വയർ. ഇവിടെ നിങ്ങൾക്ക് സ്ക്വയറിൻ്റെ സൈഡോ എത്രയാണെന്നൊന്നും തന്നിട്ടില്ല. ഞാൻ എന്ത് ചെയ്തു, സർക്കിളിൻ്റെ റേഡിയസ് എടുത്തു r. സർക്കിളിൻ്റെ റേഡിയസ് എടുത്തു r. അങ്ങനെയാണെങ്കിൽ സർക്കിളിൻ്റെ ഏരിയ എന്തായിരിക്കും, πr² അല്ലേ. ഇനി സർക്കിളിൻ്റെ ഏരിയ 6 ആണെങ്കിൽ സർക്കിളിൻ്റെ ഡയമീറ്റർ എത്രയായിരിക്കും, 2r. 2r അല്ലേ, 2r. ഡയമീറ്റർ എന്ന് പറഞ്ഞത് 2r. അതന്നെയല്ലേ, ഈ സർക്കിളിൻ്റെ ഡയാമീറ്റർ ആണ് സ്ക്വയറിൻ്റെ സൈഡ് അല്ലേ. അപ്പോൾ സ്ക്വയറിൻ്റെ സൈഡ് എത്രയായിരിക്കും, 2r. ഞാൻ പറഞ്ഞു സർക്കിളിൻ്റെ റേഡിയസ് ആണ് 6, അങ്ങനെയാണെങ്കിൽ ഡയാമീറ്റർ എന്ന് പറഞ്ഞത് 2r ആണ്. ഈ 2r ആണ് സ്ക്വയറിൻ്റെ ഒരു സൈഡ് അല്ലേ, ഒരു സൈഡ് എന്നല്ല എല്ലാ സൈഡും. ഇപ്പോൾ സ്ക്വയറിൻ്റെ സൈഡ് എടുത്തു 2r. അങ്ങനെയാണെങ്കിൽ സ്ക്വയറിൻ്റെ ഏരിയ ഇങ്ങനെ കണ്ടുപിടിക്കുക, a². സോ 2r ഇൻറ്റു 2r, 2 × 2 4, r × r². സോ ഫോർ പ്രോബബിലിറ്റി കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്താ, ഏരിയ ഓഫ് എ സർക്കിൾ എന്ന് പറഞ്ഞത് πr² ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് എ സ്ക്വയർ. ഏരിയ ഓഫ് എ സ്ക്വയർ 4r². r² മേലെയുണ്ട്, താഴെയുണ്ട് r². സോ ക്യാൻസൽ r² ഫ്രം ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ. യു വിൽ ഗെറ്റ് π/4 ആസ് ദ ആൻസർ. സർക്കിൾ ആണെങ്കിൽ ഏരിയ ഓഫ് എ ഷെയ്ഡഡ് പാർട്ട് ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് വോൾ പാർട്ട്. അതാണ് പ്രോബബിലിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. Fourth question, a triangle got by joining the alternate vertices of a regular hexagon. ഒരു ട്രയാങ്കിൾ
വരച്ചിട്ടുണ്ട്. എങ്ങനെയാ? ഹെക്സഗണിൻ്റെ ഓരോ ഓൾട്ടർനേറ്റ് അടുത്തടുത്തുള്ള ആക്സിസ് വേർട്ടീസസ് ജോയിൻ ചെയ്തൊരു ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളോട് പറയുക ഒരു ഡോട്ട് ചെയ്യാൻ ആ ഗ്രീൻ പാർട്ട്, അതായത് ട്രയാങ്കിളിൻ്റെ ഉള്ളിലിടുകയാണെങ്കിൽ അത് ഗ്രീൻ പാർട്ടിൽ വരാനുള്ള പ്രോബബിലിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഈ റെഗുലർ ഹെക്സഗൺ, എന്താ റെഗുലർ ഹെക്സഗൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഹെക്സഗൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 6 സൈഡുള്ള ഒരു ഷേപ്പിനെ നമ്മൾ പറയുന്ന പേരാണ് ഹെക്സഗൺ അല്ലേ. റെഗുലർ ഹെക്സഗൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ സൈഡും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. സോ അതിന് ഞാനൊരു ഒരു സെൻറ്റർ കൊടുത്തു O. O is the circumcenter of the regular hexagon. റെഗുലർ ഹെക്സഗൻ്റെ സർക്കം ആണ് O. സോ ജോയിൻ ചെയ്യുക O നിന്ന് ഞാൻ നെയിം കൊടുത്തു ഹെക്സഗൺ ABCDEF. സോ ജോയിൻ ചെയ്യാണ് OB, OD, OA. ഇപ്പോൾ OB, OD, OF ഇതെല്ലാം കൂടി ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ ആ ഗ്രീൻ പാർട്ടിൽ വരുന്ന 3 ട്രയാങ്കിളും ബാക്കി 3 എണ്ണം. സോ ടോട്ടൽ നമ്പർ ഓഫ് ട്രയാങ്കിൾസ് വന്നത് 6 ആയിരിക്കും. ഇപ്പോൾ ഇവിടെ സർക്കിളൊന്നുമില്ല. സർക്കിൾ ഉണ്ടെങ്കിലേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഏത് ഇക്വേഷൻ കണ്ടുപിടിക്കാൻ വെച്ചിട്ട് ചെയ്യാൻ, ഏരിയ ഓഫ് ഷെയ്ഡഡ് പാർട്ട് ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് വോൾ പാർട്ട്. ഇപ്പോൾ ഇവിടെ സർക്കിളൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ട്രയാങ്കിൾ ആക്കി ഡിവൈഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് ചെയ്യാം. അപ്പോൾ O എന്ന് പറഞ്ഞത് സർക്കം സെൻറ്റർ ആണ്. സോ ജോയിൻ ചെയ്യാണ് OB, OD, OF കൂടിയും ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ടോട്ടൽ 6 ട്രയാങ്കിൾസ് കിട്ടും. അതിൽ ഗ്രീൻ പാർട്ടിൽ വരുന്ന ട്രയാങ്കിൾസിൻ്റെ എണ്ണം എത്രയായിരിക്കും? 3. സോ 3/6. 3/6. 3/6നെ ചെറുതാക്കിയ 1/2. Hope you understood these 4 questions. Last question. A regular hexagon formed by overlapping equilateral triangle. ഒരു 2 ഇക്വലാറ്ററൽ ട്രയാങ്കിൾസ് രണ്ടെണ്ണം തിരിച്ചു വെച്ചപ്പോൾ എന്ത് കിട്ടിയിട്ടുണ്ട്? ഒരു റെഗുലർ ഹെക്സഗൺ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ റെഗുലർ ഹെക്സഗണിൽ ഡോട്ട് ഇടുകയാണെങ്കിൽ അവിടെ വരാനുള്ള പ്രോബബിലിറ്റി എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഞാൻ നെയിം കൊടുത്തു ABC. ഫസ്റ്റ് ട്രയാങ്കിളിനെ, താഴത്തുള്ള ട്രയാങ്കിളിനെ PQ നെയിം കൊടുത്തു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നെയിം കൊടുക്കുക. സോ ഇവിടെ ഞാൻ ജോയിൻ ചെയ്യാണ് LN, OM and HQ. You will get 12 small equal triangles. അതിൽ 6 എണ്ണം ഗ്രീൻ പാർട്ടിലാണ്. അങ്ങനെയാണെങ്കിൽ മൊത്തം എത്ര ട്രയാങ്കിൾസ് ഉണ്ട്? 12. സോ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 6/12. 6/12 എന്ന് പറഞ്ഞാൽ 1/2.